ഇൻസുലിൻ കത്രിക വിൽക്കാനുണ്ട്. നല്ല മൂർച്ചയുള്ള കത്രിക. 1920 ഒരു തണുത്ത രാത്രിയിൽ ആ ഡോക്ടറിൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നപ്പോൾ തണുപ്പിന് മൂർച്ച കൂടി എന്നതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ല. വിശന്നിട്ട് വയ്യ. ഭക്ഷണ സാധനങ്ങൾക്ക് എന്തൊരു വിലയാണ്. തളർന്ന അവശനായി തൻ്റെ ഭവനത്തിലേക്ക് കാൽ എടുത്തു വയ്ക്കുമ്പോൾ ആ പിച്ചള ബോർഡിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തടഞ്ഞു. 442 അഡ്ലൈഡ് സ്ട്രീറ്റ് നോർത്ത്, ഡോക്ടർ FC ബാൻഡിങ്. തൻ്റെ പിതാവിൽ നിന്ന് വൻതുക കടം മേടിച്ച് ടൊറൻഡോയിൽ നിന്ന് 150 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് മാറി വെറും 6000 പേർ താമസിക്കുന്ന ലണ്ടൻ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു ഷൂ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിച്ച വീടിന് മുമ്പിൽ ജൂലൈ 1 തൂക്കിയിട്ട നെയിം ബോർഡായിരുന്നു അത്. ഒണ്ടാരിയോ അക്കാലത്ത് ഒരു മദ്യ നിരോധിത മേഖലയായിരുന്നു. വേദന സംഹാരി എന്ന നിലയിൽ മദ്യം വാങ്ങിക്കുവാൻ ഡോക്ടർമാരുടെ കുറിപ്പ് ആവശ്യമായിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് മദ്യം കഴിക്കുവാനായി തന്നിൽ നിന്ന് അനുകൃതമായി കുറിപ്പടി വാങ്ങിയ ഒരു മനുഷ്യൻ നൽകിയ $4 തൻ്റെ ആ വേനൽക്കാല വരുമാനം. മറ്റു ഡോക്ടർമാർ ആധിപത്യം പുലർത്തിയിരുന്നിടത്ത് പുതിയതായി വന്ന തന്നെ ആർക്കും വേണ്ടായിരുന്നു. വരുമാനമില്ലാത്ത അയാളെ അയാളുടെ കാമുകിയും ഇട്ടിട്ട് ഓടിപ്പോയി. മേലുദ്ധരിച്ചത് 1920 വടക്കേ അമേരിക്കയിൽ 1 ബില്യൺ പ്രമേഹ രോഗികളും അതിനപ്പുറം രോഗികൾ ലോകം മുഴുവനും മരണത്തെ കാത്തുകിടക്കുമ്പോൾ അവർക്ക് ഇൻസുലിൻ എന്ന മൃദുസഞ്ജീവനി കണ്ടുപിടിച്ച ഒരു മഹാമനുഷ്യന്റെ കഥയാണ്. ജീവിക്കാൻ വേണ്ടി ചിത്രരചന തുടങ്ങി. അതിൻ്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. 1920 ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസത്തിന്റെ രാത്രിയിൽ ജനലിന് പുറത്തേക്ക് തെറിച്ചു വീണ അരണ്ട വെളിച്ചത്തിൽ നിന്ന് പെയ്യുന്ന മഞ്ഞിനെ നോക്കി അത് തൻ്റെ ക്യാൻവാസിൽ ഒപ്പിയെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനിടയിൽ ലണ്ടനിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാർട്ട് ടൈം ലെക്ചററായി ജോലി തരപ്പെട്ടു. മണിക്കൂറിന് $2 കിട്ടും. ഇരുട്ടത്ത് പുറത്തു പെയ്യുന്ന മഞ്ഞിന്റെ അച്ചാരവെണ്മ അദ്ദേഹത്തിൽ മൂകത ഉളവാക്കി. മതി വരച്ചത്. ഇനി അമേരിക്കൻ രോഗവിദഗ്ധൻ മുസസ് ബറിന്റെ ജേണൽ ഒന്നെടുത്ത് വായിക്കാം. ബാൻഡിങ്ങിന് ആ ലേഖനം നന്നേ ഇഷ്ടപ്പെട്ടു. ക്ലോക്കിലെ മണിയടിയുടെ ശബ്ദം കേട്ടാണ് ബാൻഡിങ് ജനലിനരികിലുള്ള കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. സമയം വെളുപ്പിന് 2 മണി. എന്തൊരു മഞ്ഞാണ് ഇപ്പോഴും പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. സർവജീവജാലങ്ങളും ആ മഞ്ഞത്ത് തണുത്ത് കിടന്നുറങ്ങുമ്പോൾ 2 മണി വെളുപ്പിന് ആ രണ്ട വെളിച്ചത്തിൽ ഡോക്ടർ ഫെഡറിക് ബാൻഡിങ് ഒരു കടലാസിൽ വെറും 25 വാക്കുകൾ കുറിച്ചിട്ടു. കോടാനുകോടി ഡയബറ്റിക് രോഗികളുടെ ഗതി നിർണയിച്ച വരികളായിരുന്നു അവ. പട്ടിയുടെ പാൻക്രിയാറ്റിക് നാളങ്ങൾ കെട്ടിയടക്കുക, പട്ടിയെ ജീവനോടുകൂടി ഇരുത്തുക, കോശങ്ങളെ ക്ഷയിച്ച് ചെറുദ്വീപുകളായി ഒഴുക്കി നടത്തുക, ആന്തരിക കോശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പദാർത്ഥങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ പരിശ്രമിക്കുക, രക്തത്തിലെ പഞ്ചസാര മൂത്രത്തിലൂടെ പോകുന്നത് വിമുക്തമാക്കുക. ഇന്ത്യയിലും ചൈനയിലും പൗരാണിക രേഖകളിൽ കാണപ്പെട്ട ഡയബറ്റിക് എന്ന പേരിന്റെ ഉത്ഭവം ഗ്രീക്ക് വാക്കായ സിഫ്ഹോണിൽ നിന്നാണ്. അർത്ഥം വലിച്ചെടുക്കുക. ജീവനെ തന്നെ വലിച്ചെടുക്കുന്ന ഈ രോഗം അവർ നിർണയിച്ചിരുന്നത് മൂത്രത്തിൽ മധുരം കാരണം ഉറുമ്പുകൾ അരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ്. ലണ്ടനിൽ മെഡിക്കൽ ആവശ്യത്തിന് മൃഗങ്ങളെ കിട്ടാതിരുന്നത് കാരണം അദ്ദേഹം ടൊറൻഡോയിലേക്ക് ചേക്കേറി. അവിടെ ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലെ ഡയബറ്റിക് വിദഗ്ധനായ പ്രൊഫസർ JJR മെക്ലോഡിന്റെ കീഴിൽ അദ്ദേഹം തന്റെ പ്രവർത്തനം ആരംഭിച്ചു. കൂട്ടിന് ഗവേഷണ വിദ്യാർത്ഥികളായ ചാർലി ബെസ്നെയും ക്ലർക്ക് നോബിളിനെയും കിട്ടി. മാക്ലോയിഡ് അവർക്ക് ശസ്ത്രക്രിയക്ക് ആവശ്യമായ പട്ടികളെ നൽകിക്കൊണ്ടിരുന്നു. തണുപ്പുള്ള രാത്രികളിൽ ടൊറൻഡോ നഗരം മൂടി പുതച്ചു കിടന്നുറങ്ങുമ്പോൾ ബാൻഡിങ്ങിന്റെ കൊച്ചു ലാബിൽ മാത്രം വെളിച്ചമുണ്ടായിരുന്നു. ശസ്ത്രക്രിയ നടത്തി പട്ടിയിലെ പാൻക്രിയാസ് നാളങ്ങൾ കെട്ടി ഡയബറ്റിക് വരുത്തി. ആ ഡയബറ്റിക് അഥവാ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കുറക്കാനുള്ള എക്സ്ട്രാക്ട് അഥവാ സത്ത എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചുറച്ച അദ്ദേഹം അഹോരാത്രം ആ കൊച്ചുമുറിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നു. പട്ടിയുടെ ചൂരും ശസ്ത്രക്രിയ സമയത്തെ ചോരയും അഴുക്കും മൂത്രവും മൂളിപ്പറക്കുന്ന ഈച്ചകളും ആ മുറിയിൽ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാതാക്കി തീർത്തു. യാതൊരു വരുമാന മാർഗവും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന്
ഭക്ഷണത്തിനായി ശസ്ത്രക്രിയ കത്രികകൾ വരെ വിൽക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ പരമമായ സത്യം. പട്ടിയുടെ മുറിവ് കഴുകുവാനും ശസ്ത്രക്രിയ മേശ തുടക്കുവാനും ഉപയോഗിച്ചിരുന്ന ലാബ് ആൽക്കഹോളിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മദ്യപിച്ചിരുന്നു അദ്ദേഹം എന്നും. തൻ്റെ ചുണ്ടിൽ നിന്ന് ആ പൈപ്പ് ഒരിക്കലും മാറ്റിയിരുന്നില്ല. നവംബർ 14 ലോക ഡയബറ്റിക് ദിനമായി UN ആചരിക്കുന്നു. 1920 നവംബർ 14 മെത്തോഡിസ്റ്റ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ച അദ്ദേഹം സത്യസന്ധതയിലും കഠിനാധ്വാനത്തെയും വിലമതിച്ചിരുന്നു. രാവിലെയുള്ള ബൈബിൾ പാരായണവും രാത്രിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവർ എല്ലാവരും മുട്ടുകുത്തി എന്നും കർത്തൃ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. എന്നാൽ പിന്നീട് ഡോക്ടറായി ലോകയുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുവാൻ പോയ അദ്ദേഹത്തിന് യുദ്ധത്തിൻ്റെ പൈശാചികത കണ്ട് തൻ്റെ മാതാപിതാക്കൾ പിന്തുടർന്നു വന്ന വിശ്വാസം ത്യജിച്ചു. കാലം മുന്നോട്ട് പിന്നെയും ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ആഗസ്റ്റ് മാസം ആരും കയറുവാനിറക്കുന്ന ആ കൊച്ചു ലാബിൽ കഴിച്ചുകൂട്ടിയ ഫെഡറിക് ബാൻറ്റിങ്ങിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു വീണു. പട്ടികളുടെ പാൻക്രിയാസിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു പ്രത്യേകതരം സത്ത ഡയബറ്റിക് പട്ടികളിൽ കുത്തിവെച്ചപ്പോൾ രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറഞ്ഞു വരുന്നതായി അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ആ സത്തയെ ഐസ്ലൻറ്റിൻ എന്ന് പേരിട്ടു. ബാൻറ്റിങ്ങിൻ്റെ അഭ്യർത്ഥന പ്രകാരം 1921 ഡിസംബർ മാസം JB കൊലീബ് അവരുടെ ഡയബറ്റിക് റിസർച്ച് സംഘത്തിൽ ചേർന്നു. 1922 ജാനുവരി 11 ടൊറന്റോ ജനറൽ ആശുപത്രിയിലെ ഡയബറ്റിക് പേഷ്യൻ്റായ 14 വയസ്സുകാരൻ ലിയോണാർഡ് തോംസൺ എന്ന കുട്ടിക്ക് ഇൻസുലിൻ കുത്തിവയ്ക്കുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഈ സത്ത ഒരു ഡയബറ്റിക് രോഗിയിൽ കുത്തിവെച്ചു. കുട്ടിയുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു. പിന്നീട് കൊലീബ് ഈ സത്തയെ ആൽക്കഹോൾ മിശ്രിതം ചേർത്ത് ഒന്നുകൂടി ശുദ്ധീകരിക്കുകയും ലാറ്റിനിൽ ചെറുദ്വീപ് എന്ന പേരായ ഇൻസുലിൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പട്ടിയുടെ പാൻക്രിയാസിൽ നിന്ന് ലഭിക്കുന്ന സത്ത കുറവായതിനാൽ അറവുശാലയിൽ നിന്ന് പശുവിൻ്റെ പാൻക്രിയാസുകൾ മേടിക്കുകയും ധാരാളം സത്ത അതിലൂടെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് മരുന്ന് കമ്പനിക്കാർക്ക് പേറ്റന്റ് അടിസ്ഥാനത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനം എടുക്കുകയും ചെയ്തു. തൻ്റെ കണ്ടുപിടുത്തത്തെ അസോസിയേഷൻ ഓഫ് അമേരിക്കൻ ഫിസിഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബാൻറ്റിങ്ങിന് പേടിയായിരുന്നു. വാഷിങ്ടൺ DC വരെ പോകാനുള്ള സാമ്പത്തിക ശേഷിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് മക്ലോയിഡ് അത് ഏറ്റെടുക്കുകയും വാഷിങ്ടൺ DC-യിൽ പോയി ആ മഹാമരുന്നിനെ കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ കൂടിയിരുന്ന ഫിസിഷ്യന്മാരോട് പറഞ്ഞു, ഇൻസുലിൻ ക്യാൻ കൺട്രോൾ ദ മെറ്റാബോളിസം ഇൻ ഡയബറ്റിക് ആനിമൽ ആൻഡ് ഹ്യൂമൻ. വൈദ്യശാസ്ത്രത്തിൻ്റെ എക്കാലത്തെയും കണ്ടുപിടുത്തത്തെ അവർ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവായ ബാൻറ്റിങ് കൊലീബ് അതിൻ്റെ പേറ്റന്റ് തട്ടിയെടുക്കുമോ എന്ന് ഭയന്ന് അദ്ദേഹവുമായി ടൊറന്റോയിൽ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞ് വയറുകൾ ഒട്ടി അസ്ഥിപഞ്ചരമായി മരണത്തെ കാത്തുകിടന്ന തൻ്റെ രോഗികളിൽ അക്കാലത്തെ ഏറ്റവും വലിയ അമേരിക്കൻ ഡയബറ്റിക് വിദഗ്ധനായ ഡോക്ടർ എലോഡ് ജോസ്ലിൻ ഇൻസുലിൻ കുത്തിവെച്ചപ്പോൾ അവരെല്ലാം രോഗവിമുക്തരാകുകയും അവരുടെ പഴയ രൂപം വീണ്ടെടുക്കുകയും ചെയ്തു. 1934 ജോസ്ലിൻ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ പ്രഘോഷിച്ചു, എസേക്കിയേൽ പ്രവാചകന്റെ പ്രവചനമാണ് ഇവിടെ നടക്കുന്നത്. എസേക്കിയേൽ 37 1-10 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ കരം എന്നെ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുചെന്ന് നിർത്തി. അസ്ഥികൾക്ക് മാംസവും പിന്നീട് ചർമ്മവും കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ജീവശ്വാസത്തോടെ 4 വായ്ക്കളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. ഞാൻ പ്രവചിച്ചു, അവർക്ക് ജീവനുണ്ടായി. കണ്ണുകൾ കുഴിഞ്ഞ് കവിളും വയറുമുട്ടി അസ്ഥിപഞ്ചരമായി ജീവശ്വാസമില്ലാതെ കിടക്കുന്ന ഒരു ജനതയ്ക്ക് എസേക്കിയേൽ പ്രവചനം പോലെ ഇൻസുലിൻ എന്ന ഈ മരുന്ന് ജീവശ്വാസമേകി. കാനഡയിലും അമേരിക്കയിലും മാത്രമല്ല, ലോകം മുഴുവനും ബാൻറ്റിങ്ങിന്റെ പ്രശസ്തി കാട്ടുതീ പോലെ പടർന്നു. ജോർജ് 5-ാമൻ രാജാവ് ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും സ്വകാര്യ സംഭാഷണം നടത്തുകയും ചെയ്തു. അടച്ചിട്ട മുറിയിൽ വെച്ച് രാജാവുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനിടയിൽ രാജാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തൻ്റെ പേരിലാകുമോ എന്നായിരുന്നു അപ്പോൾ ബാൻറ്റിങ്ങിന്റെ പേടി. ലാബിലെ ആൽക്കഹോൾ വെള്ളമൊഴിച്ച് ഡൈലൂട്ട് ചെയ്ത് കുടിച്ചും തൻ്റെ പൈപ്പ് വലിച്ച് ആനന്ദം കണ്ടെത്തിയ അദ്ദേഹം പ്രശസ്തിയും കയ്യടികളും സമ്മേളനങ്ങളെയും വീർത്തിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ തേടി 1923 ഒക്ടോബർ മാസം നൊബേൽ സമ്മാനം എത്തി. ഒപ്പം മക്ലോഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. പിറ്റേന്ന് പത്രത്തിൽ മക്ലോഡിൻ്റെയും തൻ്റെ പടവും നോബൽ സമ്മാനത്തിന് അർഹരായി എന്ന തലക്കെട്ടോടുകൂടി കണ്ട അദ്ദേഹം
വെസ്റ്റിന് പകരം മക്ലോഡിന് നോബൽ സമ്മാനം നൽകിയ നൊബേൽ ജൂറി നശിച്ചു പോട്ടെ എന്ന് തെറി വിളിക്കുകയും മക്ലോഡിനെ ഇടിക്കാനായി ഓടുകയും ചെയ്തു. ഹിറ്റ്ലറിൻ്റെ കയ്യിൽ നിന്ന് യൂറോപ്പിനെ രക്ഷിക്കണമെന്ന വാശിയോടുകൂടി 1941 ഫെബ്രുവരി 20 5:30 വൈകുന്നേരം ന്യൂഫൗണ്ട്ലാൻഡിലെ ഗാൻഡർ എന്ന വിമാനത്താവളത്തിൽ നിന്ന് കുതിച്ചുയർന്ന അദ്ദേഹത്തിൻ്റെ ഹഡ്സൺ എന്ന ബോംബർ വിമാനം മസ്ഗ്രേവ് എന്ന തുറമുഖത്തിനടുത്ത് തകർന്നു വീണു. വിമാനാപകടത്തിൽ റേഡിയോമാനും നാവിഗേറ്ററും കൊല്ലപ്പെട്ടു. എങ്കിലും പൈലറ്റും അദ്ദേഹവും രക്ഷപ്പെട്ടു. എന്നാൽ വീഴ്ചയിൽ വാരിയെല്ലൊടിഞ്ഞ് ലങ്സിൽ കുത്തിക്കയറിയ അദ്ദേഹം മഞ്ഞു കൊടുങ്കാറ്റിൽപ്പെട്ട് മഞ്ഞിൽ പുതഞ്ഞ വിമാനത്തിൽ അവർ സഹായത്തിനായി ആ രാത്രി മുഴുവൻ കാത്തിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ രക്ഷപ്പെടുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോയ പൈലറ്റ് തിരിച്ചു വന്നപ്പോൾ വിമാനത്തിൻ്റെ വെളിയിൽ ഇറങ്ങുന്നിടെ മഞ്ഞിൽ മൂക്കുകുത്തി വീണ് മരിച്ച നിലയിൽ സർ ഫ്രെഡറിക് ബാൻറ്റിങ്ങിനെ കണ്ടു. കത്തിജ്വലിക്കുന്ന ഈ ദീപനാളം ലോകത്ത് ഡയബറ്റിക്സ് കൊണ്ട് സഹിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യാശയുടെ തിരുനാളമായി മഴയത്തും മഞ്ഞത്തും വെയിലത്തും ഒരിക്കലും അണയാത്ത കെടാവിളക്കായി നിലകൊള്ളുകയാണ്. ലോകത്തിൽ നിന്ന് ഈ മാറാരോഗം എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്നതുവരെ.